അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തവയിൽ തൽപുരുഷ സമാസത്തിന് ഉദാഹരണമായ സമസ്തപദം ഏതാണ്? ഓക്കെ, നമ്മൾ സമാസങ്ങൾ പഠിച്ചതാണല്ലോ അല്ലേ, വിശദമായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ആ സമാസത്തിൽ തൽപുരുഷ സമാസത്തിന് ഉദാഹരണം ഏതാണെന്നാണ് നമ്മളോട് എന്ത് ചെയ്തിരുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ എന്താണ്? മോക്ഷാർത്ഥി. ഓപ്ഷൻ ബി നാശനഷ്ടങ്ങൾ. ഓപ്ഷൻ സി നീലാകാശം. ഓപ്ഷൻ ഡി കലാമർമ്മം. ഇതാണ് 4 ഓപ്ഷനുകൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടതുണ്ട്? സമാസം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? സമാസം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പദങ്ങളെ ഒറ്റ പദമായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് പറയാം സമാസം എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമാസത്തിന് വിവിധ ഉൾപ്പിരിവുകളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൽപുരുഷ സമാസം, ബഹുവ്രീഹി സമാസം, അതുപോലെ തന്നെ ദ്വന്ദ്വ സമാസം തുടങ്ങിയിട്ട് ധാരാളം സമാസങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്താണ് പഠിച്ചതാണ്. ഇതിൽ തൽപുരുഷ സമാസത്തിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സമാസത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് തൽപുരുഷ സമാസമാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. എന്താണ് തൽപുരുഷ സമാസം? നമുക്കറിയാം, ഒരു സമാസത്തിൽ ഉത്തരപദവും പൂർവ്വപദവും ഉണ്ടാവും, ഉത്തരപദവും ഉണ്ടാവും അല്ലേ. ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഒന്നിലധികം പദങ്ങളെ ഒരു ഒറ്റ പദമായി ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 2 പദങ്ങൾ എന്തായാലും ഉണ്ടാവും. അതിൽ ആദ്യത്തെ പദമാണ് പൂർവ്വപദം, രണ്ടാമത്തെ പദമാണ് ഉത്തരപദം. അപ്പോൾ തൽപുരുഷ സമാസത്തിൻ്റെ പ്രത്യേകത എന്താ? തൽപുരുഷ സമാസം എന്തായിരിക്കും? ഉത്തരപദത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കും തൽപുരുഷ സമാസം. ഉത്തരപദത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കും തൽപുരുഷ സമാസം. ഇതിൽ നോക്കൂ നിങ്ങൾ, മോക്ഷാർത്ഥി പറഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ എന്നുള്ളതാണ്. അപ്പോൾ മോക്ഷാർത്ഥി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏത് സമാസമാണ് വരുന്നത്? സമാസത്തിൻ്റെ ഏത് ഇനാണ് വരുന്നത്? നമ്മൾ പറഞ്ഞു, സമാസത്തിൽ ഈ 2 പദങ്ങൾ കൂടാതെ മൂന്നാമതൊരു കാര്യത്തെ അർത്ഥമാക്കുന്ന അല്ലെങ്കിൽ ആ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന സമാസത്തിന് നമ്മൾ എന്താ പറയുക? ബഹുവ്രീഹി എന്നാണ് പറയുക. എന്താ പറയുക? ബഹുവ്രീഹി സമാസം എന്നാണ് പറയുക. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ എ എന്നുള്ളത് എന്താണ്? ബഹുവ്രീഹിയാന്ന് കിട്ടി. ബഹുവ്രീഹി സമാസാന്ന് കിട്ടി. ഇനി അടുത്ത ഓപ്ഷൻ നോക്കൂ, നാശനഷ്ടങ്ങൾ. നാശനഷ്ടം എന്ന് പറയുമ്പോൾ നാശവും നഷ്ടവും എന്നാണ് അർത്ഥം വരിക അല്ലേ? നാശം, അങ്ങനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ നാശവും നഷ്ടവും. അപ്പോൾ ഇവിടെ ഉത്തരപദം ഏതാണ്? പൂർവ്വപദം നാശമാണ്, ഉത്തരപദം നഷ്ടങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നാശവും നഷ്ടവും എന്ന് പറയുമ്പോൾ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യമായ പ്രാധാന്യമാണ്. അങ്ങനെ എങ്ങനെ? ഈ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യമായി പ്രാധാന്യം നൽകുന്ന സമാസത്തിന് എന്താ പറയുക? നമ്മൾ ദ്വന്ദ്വ സമാസം എന്നാണ് പറയുക. ഓക്കെ, പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യമായി പ്രാധാന്യം നൽകുന്ന സമാസത്തിന് എന്താ പറയുക? ദ്വന്ദ്വ സമാസം. അപ്പം നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന് പറയുകയാണ്. മാതാപിതാക്കൾ എന്നുള്ളത് എന്ത് സമാസമാണ്? മാതാപിതാവ് എന്നുള്ളത് ഒറ്റ പദമായില്ല. മാതാപിതാക്കൾ എന്ന് ഒറ്റ പദമായി പറയാണ്. മാതാവ് എന്നുള്ളൊരു പദവും പിതാവ് എന്നുള്ളൊരു പദവും. പക്ഷേ മാതാപിതാക്കൾ എന്നുള്ളതിന് നമ്മൾ വിഗ്രഹിക്കുമ്പോൾ എന്താ അർത്ഥം വരിക? മാതാവും പിതാവും. ഇവിടെ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യമായ പ്രാധാന്യമുണ്ട്. അങ്ങനെ തുല്യമായ പ്രാധാന്യമുള്ളതിനെ നമ്മൾ ദ്വന്ദ്വ സമാസം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, ഓപ്ഷൻ സി എന്താണ്? നീലാകാശം. നീലാകാശം എന്നുള്ളത് എന്താണ്? നമ്മളതിനെ വിഗ്രഹിക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? നീലയായ ആകാശം. എന്താ കിട്ടുക? നീലയായ ആകാശം. അപ്പം നീലയായ ആകാശം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഒരു വിശേഷണമാണ് അല്ലേ? നീലയായ ആകാശം, ആകാശത്തിന് വിശേഷണമാണ് നീലയായ. അപ്പം ഇങ്ങനെ വിശേഷണം വിശേഷ്യം എന്നുള്ള രീതിയിൽ പൂർവ്വപദവും ഉത്തരപദവും എന്നാൽ എന്താണ് അതിന് നമ്മൾ പറയാ? കർമ്മധാരയൻ എന്ന് പറയാം. കർമ്മധാരയൻ സമാസം എന്ന് പറയാം. കർമ്മധാരയൻ എന്നാണ് പറയുക. അത് സ്വാഭാവികമായിട്ട് ഇനി ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? കലാമർമ്മം എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ള ഓപ്ഷൻ. സ്വാഭാവികമായിട്ട് അതായിരിക്കും ഇതിൻ്റെ ആൻസർ, തൽപുരുഷ സമാസത്തിൻ്റെ ആൻസർ കേട്ടോ. കലാമർമ്മം എന്ന് വിഗ്രഹിക്കുമ്പോൾ എന്താ പറയുക? കലയുടെ മർമ്മം എന്നാണ് പറയാം. എന്താണ്? കലയുടെ മർമ്മം എന്നാണ് പറയാം. കലയുടെ മർമ്മം. കലയുടെ മർമ്മം എന്ന് പറയുമ്പോൾ ഇവിടെ പൂർവ്വപദം കല എന്നുള്ളതാണ്, ഉത്തരപദം മർമ്മം എന്നുള്ളത്. ഇവിടെ ഏതിനാ പ്രാധാന്യം? കലയുടെ മർമ്മം എന്ന് പറയുമ്പോൾ ഇവിടെ മർമ്മത്തിനാണ് പ്രാധാന്യം, കലയുടെ മർമ്മം. അപ്പോൾ കലാമർമ്മം, കലയുടെ മർമ്മം എന്ന് പറയുമ്പോൾ ഇവിടെ ഉത്തരപദത്തിന് പ്രാധാന്യം നൽകി. അപ്പോൾ ഇത് ഏത് സമാസമാണ്? ഏത് സമാസമാണ്? യെസ്, തൽപുരുഷ സമാസമാണ്. ഈ തൽപുരുഷ സമാസത്തിൽ തന്നെ വിഗ്രഹിക്കുമ്പോൾ അതിൻ്റെ വിഭക്തിക്കുറി നോക്കിയിട്ട് നമ്മൾ അതിനെ പിന്നെയും വേർതിരിക്കുന്നുണ്ട്. ഇവിടെ കലയുടെ എന്ന് പറയുമ്പോൾ ഉടേ എന്നുള്ള വിഭക്തി പ്രത്യേകം ഏതിൻ്റെയാണ്? ഉടേ സംബന്ധിക സ്വത അല്ലേ? ഉടേ എന്നുള്ളത് സംബന്ധികയാണ്. അപ്പോൾ ഇവിടെ ഏതെന്നും പറയാം, നമുക്ക് സംബന്ധിക തൽപുരുഷൻ എന്നും പറയാം. സംബന്ധിക തൽപുരുഷൻ എന്നും പറയാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ചോദ്യം ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? കലാമർമ്മം എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ആൻസറായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സമാസം എന്നുള്ള ഭാഗം നിങ്ങൾ നന്നായി പഠിക്കുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തവയിൽ ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത്? ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വായനയുമായി ബന്ധപ്പെട്ടുള്ള വൈകല്യമാണ് അല്ലേ, പഠന വൈകല്യമാണ് ഡിസ്ലെക്സിയ എന്ന് പറയാം. നോക്കൂ, ഓപ്ഷൻ എ അക്ഷരങ്ങൾ, വാക്കുകൾ എന്നിവ വിട്ടുപോവുക. സോ അത് വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണല്ലോ, പെടാത്തതാണ് നമ്മൾ ചോദിച്ചത്, അത് പ്രശ്നമാണല്ലോ അല്ലേ. അക്ഷരങ്ങൾ, വാക്കുകൾ എന്നിവ വിട്ടുപോവുക എന്നുള്ളത് വായനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതല്ല ആൻസർ, പെടാത്തതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഉറപ്പാക്കാം, ഓപ്ഷൻ എ അല്ല. രണ്ടാമത്തെ എന്താ, സംഖ്യാബോധം, സ്ഥാനവില എന്നിവയിൽ വ്യക്തത ഉണ്ടാകാതിരിക്കുക. ഇത് വായന എന്നതിലുപരി സംഖ്യയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അല്ലേ, സംഖ്യ. അപ്പം നമ്മൾ സംഖ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് നമ്മൾ ഡിസ്ലെക്സിയ എന്നല്ല നമ്മൾ പഠിച്ച മറ്റൊരു അസുഖം ഉണ്ട്, ഇത് ഡിസ്കാൽക്കുലിയ എന്നാണ് നമ്മൾ പഠിച്ചത്. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ എണ്ണവുമായി മാത്സുമായി ബന്ധപ്പെട്ടില്ല, മാത്സ് പഠിക്കാൻ, സംഖ്യകളെ പഠിക്കാൻ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പഠന വൈകല്യത്തെയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയാം. അതവിടെ നിൽക്കട്ടെ. ഇനി നോക്കൂ, അർത്ഥബോധത്തോടെ വായിക്കാതിരിക്കുക. അതെന്താണ് അല്ലെ, അർത്ഥബോധത്തോടെ വായിക്കാതിരിക്കുക എന്നുള്ളത് വായനയുമായി ബന്ധപ്പെട്ടുള്ളൊരു വൈകല്യമാണ്. അപ്പോൾ അതുമല്ല. ഇനി ഇല്ലാത്ത വാക്കുകൾ വായിക്കുക എന്നുള്ളത് എന്താണ്? ഡിസ്ലെക്സിയയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൈകല്യമാണ്. അപ്പോൾ അതുമല്ല. അപ്പോൾ ഇതുമായി ഇപ്പോൾ ഇവിടെ ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത് മാത്രമാണ്? ഓപ്ഷൻ ബി മാത്രമാണ് അല്ലേ. ഓപ്ഷൻ ബി ശരിക്കും ഏതല്ല, ഡിസ്ലെക്സിയയുടേതല്ല, മറിച്ച് എന്താണ്? ഡിസ്കാൽക്കുലിയയുടെ വൈകല്യമാണ് അത്. സംഖ്യാബോധം, സ്ഥാനവില എന്നിവയുടെ വ്യക്തത ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഡിസ്ലെക്സിയയുമായി ബന്ധപ്പെട്ടുള്ള വൈകല്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? SK വസന്തൻ. ഓപ്ഷൻ ബി NS മാധവൻ. ഓപ്ഷൻ സി MK സാനു. ഓപ്ഷൻ ഡി ഡോക്ടർ M ലീലാവതി. ഇവയിൽ ആർക്കാണ് 2024 ശ്രദ്ധിക്കണം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്? ആർക്കാണ് ഇവിടെ? യെസ്, ആർക്കാണ്? നോക്കൂ, NS മാധവനാണ് കേട്ടോ. ആർക്കാണ്? NS മാധവനാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരങ്ങളുടെ ഒരു പട്ടിക നിങ്ങളെടുത്ത് വേണം. ഒരു 2020 മുതലുള്ളത് നിങ്ങൾ നിർബന്ധമായി നോക്കിയിരിക്കണം. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 2020 ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത വർഷമായ 2025 എന്ത് ചോദിച്ചു? 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മുൻ വർഷ ചോദ്യങ്ങളിൻ്റെ ഒരു പല ഘടകങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? അടുത്ത വർഷത്തെ ചോദ്യപേപ്പറുകൾ കാണാറുണ്ട്. അപ്പം ആ ഒരു കേട്ടറ്റ് എക്സാമിന് ഈ ഒരു ചോദ്യവും 2020 എഴുത്തച്ഛൻ പുരസ്കാരം എന്നുള്ള ചോദ്യം അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ചോദ്യപേപ്പർ പഠിച്ച ഒരാൾ സ്വാഭാവികമായിട്ട് എന്ത് പഠിക്കും? 2020 മാത്രമല്ല പഠിക്കുക, 2024 25 അടക്കം ആര് പഠിക്കും? ആ സമയത്ത് പഠിച്ചാൽ 2025 എക്സാം ചെയ്ത ആൾക്ക് ഉത്തരം സിമ്പിളായി കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത്, നമ്മൾ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ അത് സമഗ്രമായിട്ട് എന്ത് ചെയ്യണം? ആ ചോദ്യത്തെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? NS മാധവനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പട്ടിക ഉണ്ടല്ലോ, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഈ പട്ടികയിൽ 2020 മുതലുള്ള ആളുകളെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 2020 സക്രിയക്കാണ്, 2021 P വത്സല, 2022 സേതു, 2023 SK വസന്തൻ, 2024 NS മാധവൻ, 2025 KG ശങ്കരപ്പിള്ള. ഓക്കെ, 2025 നല്ല നോട്ട് ചെയ്യുക കേട്ടോ. KG ശങ്കരപ്പിള്ള. അപ്പോൾ ഇതാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആളുകൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എഴുത്തച്ഛൻ പുരസ്കാരം മാത്രമാക്കണ്ട, വയലാർ അവാർഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾ നോക്കുക. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് 2020 നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും നോക്കിയിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ,
അടുത്ത പെഡഗോജിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് അല്ലേ. ഓക്കെ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അനുരൂപീകരണം സംബന്ധിച്ചു ചുവടെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായതേത്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അനുരൂപീകരണം സംബന്ധിച്ചു ചുവടെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായതേത്? അനുരൂപീകരണം എന്ന് പറഞ്ഞാൽ അഡാപ്റ്റേഷൻ അല്ലേ. നമ്മൾ കുട്ടികൾക്കനുസരിച്ച് അല്ലേ, കുട്ടികൾ ചിലപ്പം പഠിക്കാൻ കഴിവ് കുറഞ്ഞ കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കനുസരിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. പഠനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മാറ്റങ്ങൾ പഠനത്തിൽ വരുത്തിയിട്ടുണ്ട്. അപ്പം പഠനത്തിൽ മാറ്റം വരുത്തുക, ഇളവ് വരുത്തുക അല്ലേ, അതൊക്കെ എന്താ കൂട്ടിച്ചേർക്കുക, ഇളവ് വരുത്തുക, അങ്ങനെ പഠനവുമായി അതിൽ നമ്മൾ നടത്തുന്ന അഡാപ്റ്റേഷൻ ആണല്ലേ അനുരൂപീകരണം നമ്മൾ പറയാം. അപ്പം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ സാധാ കുട്ടികളെ പഠിപ്പിക്കും പോലെ അല്ലല്ലോ അവരെ പഠിപ്പിക്കുക. അപ്പോൾ അവർക്ക് നമ്മൾ അനുരൂപീകരണം നടത്തി കൊടുക്കുക. അഡാപ്റ്റേഷൻ ആ സിലബസിലും പഠന രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന എന്താ? പരിമിതി പരിഗണിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ അനുരൂപീകരണം നടത്തണം. പാഠ്യപദ്ധതി കരിക്കുലത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ പരിമിതി ഭിന്നശേഷിയിലുള്ള പരിമിതി ഏതാണോ അത് പരിഗണിച്ചുകൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അനുരൂപീകരണം നടത്തേണ്ടി വരും അല്ലെ, അഡാപ്റ്റേഷൻ പലതും ചെയ്യേണ്ടി വരും. ഇനി അടുത്ത് നോക്കൂ, മൂല്യനിർണ്ണയ മേഖലയിൽ അനുരൂപീകരണം ആവശ്യമില്ല. അതായത് മൂല്യനിർണ്ണയം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അനുരൂപീകരണത്തിൽ നടത്തേണ്ട ആവശ്യമില്ല. അത് സാധാ പോലെ നോർമലായി നടത്തിയാൽ മതി എന്നുള്ളതാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? പ്രസ്താവന 1 മാത്രം ശരി. രണ്ടാമത്തെ ഓപ്ഷൻ ബി എന്താ? പ്രസ്താവന 2 മാത്രം ശരി. ഓപ്ഷൻ സി എന്താണ്? പ്രസ്താവന 1ഉം 2ഉം ശരി. ഓപ്ഷൻ 4 എന്താണ്? പ്രസ്താവന 1ഉം 2ഉം തെറ്റാണ്. ഇതാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ. എവിടെ എന്താണ് ശരിയായ ആൻസർ? യെസ്, പ്രസ്താവന 1 മാത്രമാണ് ശരി. പ്രസ്താവന 2 എന്താണ്? തെറ്റാണ് കേട്ടോ. മൂല്യനിർണ്ണയ മേഖലയിൽ എന്ത് ചെയ്യണം? ഭിന്നശേഷിക്കാർക്ക് മൂല്യനിർണ്ണയ മേഖലയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അനുരൂപീകരണം നടത്തേണ്ടതുണ്ട്. ഓക്കെ, അനുരൂപീകരണം ഇവിടെ മാത്രമല്ല, പാഠ്യപദ്ധതിയിൽ മാത്രമല്ല, അവരെ മൂല്യനിർണ്ണയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പരിമിതി പരിഗണിച്ചുകൊണ്ടുള്ള മൂല്യനിർണ്ണയ രീതിയായിരിക്കണം നമ്മൾ നടത്തേണ്ടി വരിക. അപ്പോൾ അവിടെയും അനുരൂപീകരണം നടത്തണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തവയിൽ ശരിയായി ചേർത്തി എഴുതിയത് ഏത്? താഴെ കൊടുത്തവയിൽ ശരിയായി ചേർത്തി എഴുതിയത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത് തിരുമുൽ കാഴ്ച. തിരുമുൽ കാഴ്ചനെ എങ്ങനെ വിഗ്രഹിച്ച് എഴുതിയത്? തിരുമുൽ പ്ലസ് കാഴ്ച. ഇനി കന്മതം എന്നുള്ളത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? കന്മതം എന്നുള്ളത് കൻ പ്ലസ് മതം അല്ലേ, കൻ പ്ലസ് മതം. ഇനി നെന്മണി എന്നുള്ളതോ നെല്ല് പ്ലസ് മണി. ഇനി വിണ്ടലം എന്നുള്ളതോ വിൺ പ്ലസ് സ്ഥലം. ഇതിലേതാണ് ശരിയായി ചേർത്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇതൊക്കെ നമ്മൾ സന്ധിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അല്ലേ. ഈ തിരുമുൽക്കാഴ്ച എന്ന് പറയുമ്പം ഇവിടെ ഏത് സന്ധിയാണ്? ദ്വിത്വസന്ധി അല്ലേ. രണ്ടാമത്തെ അക്ഷരം എന്ത് ചെയ്യുക? 2 വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പം അതിൽ ഒരു വർണ്ണം ഇരട്ടിച്ച് വരുന്നതിനാണ് ദ്വിത്വസന്ധി എന്ന് പറയാം. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കന്മതം എന്ന് പറയുമ്പോൾ എന്താണ്? കന്മതം എന്ന് പറയുമ്പം ശരിക്കും കന്മതം എന്നുള്ളത് എന്താണ്? ശരിക്കും കന്മതമല്ല, മറിച്ച് എന്താണ്? കന്മതമല്ല, അല്ല, തിരുമുൽക്കാഴ്ചയിലേക്ക് വരാം. ശരിക്കും തിരുമുൽക്കാഴ്ച എന്താണെന്ന് അറിയോ? തിരുമുൻ കാഴ്ച എന്നുള്ളതാണ്. തിരുമുൻ കാഴ്ച എന്നുള്ളതാണ്. തിരുമുൻ, അതായത് രാജാവിൻ്റെ മുന്നിൽ നമ്മൾ കാഴ്ച വെക്കുക അല്ലേ, ആ ഒരു അർത്ഥം തിരുമുൻ കാഴ്ച എന്ന് പറയാം. തിരുമുൽ കാഴ്ച അല്ലെങ്കിൽ അവരെ കാണുക, അവരെ കണ്ടുമുട്ടുക, അതൊക്കെ അർത്ഥമാണ്. അപ്പോൾ തിരുമുൻ കാഴ്ച എന്നാണ്. ഈ മുൻ എന്താണ്? ഈ മുൻ എന്നുള്ളത് എന്തായി മാറും? ഇൽ എന്നായി മാറും. അപ്പോൾ ഇവിടെ ഏതും കൂടി ഉണ്ട്. അവിടെ ഒരക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരമായി 2 വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് പകരം മറ്റൊരു വർണ്ണം ആയി മാറുന്നതിന്, ആ വർണ്ണത്തിന് സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതിന് നമ്മൾ എന്ത് പറയും? ആദേശസന്ധി എന്ന് പറയും അല്ലേ. സന്ധികൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ, അത് നിർബന്ധമായി മനസ്സിലാവാണ് കേട്ടോ. ഏതൊക്കെ സന്ധികളാണ്, ഏതൊക്കെ പിരിവുകളാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഓക്കെ, ഇനി കന്മതം എന്നുള്ളതിൻ്റെ പിരിവ് എന്താണ്? ശരിക്കും എങ്ങനെ വിഗ്രഹിക്കുക? കന്മതം എന്നുള്ളതല്ല, തെറ്റാണ്. ഓക്കെ, കന്മതം എന്നുള്ളത് ശരിക്കും എന്താണ്? കൽ പ്ലസ് മതാണ് കന്മതമായി മാറുന്നത്. പിന്നെ ഇത് ഇന്നായി മാറാണ്. ഓക്കെ, കന്മതം എന്നുള്ളത് ആദേശസന്ധിയാണ് അല്ലേ. ഇല്ലിൻ്റെ സ്ഥാനത്ത് എന്ത് വരുന്നു?
കന്മതം എന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് ഇൻ വരുമ്പോൾ ഇതിൻ്റെ ഒരു സ്ഥാനത്തുള്ളതിന് മറ്റൊരു വർണ്ണം പകരമായി വരുന്നതിനാണ് ആദേശസന്ധി പഠിച്ചത്. അത് ആദേശസന്ധിയിൽ വരുന്നതാണ്. ഇനി നെന്മണി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെല്ല് പ്ലസ് മണി എന്ന് കൊടുത്തത് തെറ്റാണ്. എന്താണ് ശരിക്കും? നെല്ലാണ് കേട്ടോ. നെല്ല് എന്നല്ല, നെൽ പ്ലസ് മണിയാണെന്ത്? നെൽമണി. ഇനി വിണ്ടലം. വിണ്ടലം എന്ത് തന്നെയാണ്? വിൺ പ്ലസ് തലാണെന്ത്? വിണ്ടലം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ തെറ്റാണ് അല്ലേ? ഇവിടെ ഏത് മാത്രമാണ് ശരി? ഇവിടെ ഓപ്ഷൻ ഡി മാത്രമാണ് ശരി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആദേശസന്ധി പെടുന്നതാണ്. ഇതൊക്കെ ആദേശസന്ധിയാണ് അല്ലേ? ഇതും ആദേശസന്ധി ഉണ്ട് അല്ലേ? തിരുമുൽക്കാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആദേശ സന്ധി വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഇരട്ടിക്കുന്നുണ്ട് കാഴ്ച എന്ന് വരുമ്പോൾ. ഓക്കെ, ദ്വിത്വസന്ധി കൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഏതാണ് ശരിയായ ആൻസർ? വിൺതലം. വിൺ പ്ലസ് തലം വിണ്ടലം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ പിരിച്ചെഴുതുന്ന ചോദ്യങ്ങൾ നിരന്തരം എന്താറുണ്ട്? എക്സാമുകളിൽ ചോദിക്കാറുണ്ട്, കാറ്റഗറി എക്സാമുകൾ. അപ്പം നിങ്ങളിങ്ങനെ സാധാരണയായിട്ട് എക്സാമിന് വരുന്ന കുറേ പദങ്ങളുണ്ട്, ഇങ്ങനെ ചേർത്ത് ചെയ്തുമ്പോൾ ഏതാണ് ശരി എന്നുള്ളത്, ഇങ്ങനെ വിഗ്രഹിക്കുമ്പോൾ ഏതാണ് ശരി എന്നുള്ളത്. അപ്പോൾ അത്തരം പദങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിരിക്കണം, മറന്നു പോകരുത്. അത് പ്രധാനമാണ് എക്സാമിനെ സംബന്ധിച്ചിട്ട്. നോക്കൂ, യെസ്, നമ്മളവിടെ ശരിയായിട്ടുള്ള ആൻസർ കൊടുത്ത നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പിരിവുകൾ. ഇതൊക്കെ എന്ത് ചെയ്യുക? ഈ തിരുമുൽക്കാഴ്ചയും കന്മതവും നെന്മണിയൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം അടുത്ത എക്സാമിന് ഏതാ ചോദിക്കാൻ നമുക്കറിയില്ല. ചിലപ്പോൾ ഇത് വേണ്ടി തരും, കന്മതത്തിൻ്റെ ശരിയായ പിരിച്ചെഴുതി എന്ന് പറഞ്ഞിട്ട് തരും. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദ്യം തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, വറുക്കും മുമ്പേ കുറിക്കാൻ മോഹം എന്ന പഴഞ്ചൊല്ല് ഏത് ആശയവുമായി ബന്ധപ്പെട്ടതാണ്? വറുക്കും മുമ്പേ കുറിക്കാൻ മോഹം. സാധനം വറുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഇപ്പോൾ കടല വറുക്കുകയാണെങ്കിൽ മുന്നേ തന്നെ കുറിക്കാൻ മോഹമുള്ളതിന് നമ്മൾ എന്താ പറയുക? ഉത്സാഹശീലാണോ? അധ്വാനിക്കാനുള്ള മടിയാണോ? അല്ല. ക്ഷമയില്ലായ്മയാണോ? കാര്യപ്രാപ്തിയാണോ? അതെ, ക്ഷമയില്ലായ്മയാണ് അല്ലേ? കാരണം വറുക്കാനുള്ള സമയത്തിന് കാത്തു നിൽക്കില്ല, അതിന് മുന്നേ അത് കുറിക്കാൻ മോഹം. അപ്പം ഇവിടെ ക്ഷമയില്ലായ്മയെ സൂചിപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പഴഞ്ചൊല്ല് നമ്മൾ ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞു, പഴഞ്ചൊല്ല് കാറ്റഗറി എക്സാമിന് വളരെ പ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പരീക്ഷകളിൽ വരാറുണ്ട്. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്ഷമയില്ലായ്മ എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ സി ക്ഷമയില്ലായ്മ എന്നുള്ള ആശയത്തെയാണ് ഇത് വറുക്കും മുമ്പേ കുറിക്കാൻ മോഹം എന്നുള്ള പഴഞ്ചൊല്ല് മുന്നോട്ട് വെക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. മൂല്യനിർണ്ണയ ചോദ്യത്തിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാന ഗുണം എന്ത്? മൂല്യനിർണ്ണയ ചോദ്യത്തിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാന ഗുണം ഏതാണ്? മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പെഡഗോജിയിലെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്. മൂല്യനിർണ്ണയ ചോദ്യത്തിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാന ഗുണം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ പഠന നേട്ടങ്ങളും ചിന്താ പ്രക്രിയയും പരിഗണിക്കുന്നത്. ഓപ്ഷൻ ബി യാന്ത്രികമായ കാണാപ്പാഠം പഠിപ്പിക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഓപ്ഷൻ സി ഉയർന്ന നിലവാരക്കാരെ മാത്രം പരിഗണിക്കുന്നത്. ഓപ്ഷൻ ഡി പാഠപുസ്തകത്തിലെ ആശയ മേഖലയുമായി മാത്രം ബന്ധമുള്ളത്. നമ്മൾ ഈ ചോദ്യത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും കാണേണ്ടത് ഒരു ഐഡിയൽ ടീച്ചർ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ടീച്ചിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തെ നമ്മൾ സമീപിക്കേണ്ടത്. ഒരു ഐഡിയൽ ടീച്ചിങ്ങിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, മൂല്യനിർണ്ണയം നടത്തുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക? യാന്ത്രികമായി പഠിപ്പിക്കലിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമോ? ഇല്ല. ഓപ്ഷൻ സി നോക്കൂ നിങ്ങൾ, ഉയർന്ന നിലവാരക്കാരെ മാത്രം പരിഗണിക്കുന്നതാവുമോ? അപ്പോൾ ഒരു വിഭാഗക്കാരോട് മാറ്റി നിർത്തുക. അപ്പോൾ ഇത് ഐഡിയൽ ടീച്ചിങ്ങിൻ്റെ ഭാഗമല്ല. അപ്പോൾ അതുമല്ല. ഇനി നോക്കൂ, പാഠപുസ്തകത്തിൽ ആശയമേഖലയുമായി മാത്രം ബന്ധമുള്ളത് ചോദിക്കുക. അങ്ങനെ ഉണ്ടോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടത് മാത്രം ചോദിക്കുക എന്നുള്ളതുണ്ടോ? ഇല്ല. മറിച്ച് ഏതാണ് ഇവിടെ ആൻസർ? ശരിയായ ആൻസർ ഏതാണ്? പഠന നേട്ടങ്ങളും ചിന്താ പ്രക്രിയയും പരിഗണിക്കുന്നത്. നമുക്ക് ഓരോ പാഠത്തിനും ഓരോ പഠന ലക്ഷ്യങ്ങളുണ്ട്. ആ പഠന ലക്ഷ്യങ്ങളും പഠന നേട്ടങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഓരോ യൂണിറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ മർമ്മപ്രധാനമായ കാര്യം എന്നുള്ളതാണ്. ഓരോ പാഠത്തിൻ്റെയും ലക്ഷ്യങ്ങളും നേട്ടങ്ങളും കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂല്യനിർണ്ണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ആ പാഠത്തിൻ്റെ ലക്ഷ്യവും അതുപോലെ തന്നെ നേട്ടങ്ങളും കുട്ടിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഒരു മൂല്യനിർണ്ണയം നടത്തുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടത് അതായിരിക്കണം കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലേ? ചോദ്യത്തിലേക്ക് പോവാം. യെസ്, ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ.
ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഒരു നല്ല പാഠപുസ്തകത്തിനുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളിൽ പെടാത്ത ഏതാണ്? ഒരു നല്ല പാഠപുസ്തകത്തിനുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളിൽ പെടാത്തതാണ്. നമ്മൾ ചിലപ്പോൾ എക്സാമിനൊക്കെ അതിൻ്റെ ഒരു പേടിയിലും മറ്റൊക്കെ നമ്മൾ ചോദ്യം വായിക്കുന്നതിൽ പല തെറ്റും പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഒരു നല്ല പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളിൽ പെടുന്നത് എന്നാണ് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ മൈൻഡ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആകർഷകമായ രൂപകൽപ്പന ചെയ്തതായിരിക്കണം. അത് ശരിയാണല്ലോ. അറിവ് ആർജിക്കുന്നതിന് സഹായമാവണം. അത് ശരിയാണല്ലോ. പഠിതാവിൻ്റെ പ്രായത്തിനും അഭിരുചിക്കും അനുഗുണമാവണം. അധ്യാപകരുടെ അഭിരുചികൾക്ക് പ്രാധാന്യമുള്ളതാണോ? അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് ശരിയായി തോന്നും. അപ്പോൾ നമ്മുടെ ചോദ്യം വായിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക. ചോദ്യം വായിച്ച് നല്ലോണം മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാണ് ആൻസർ അടയാളിടാനേ. ഇവിടെ നോക്കൂ, നല്ല പാഠപുസ്തകത്തിന് ഉണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളിൽ പെടാത്തതാണ്. പ്രധാന ഗുണമല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ആകർഷമായ രൂപകൽപ്പന ചെയ്തായിരിക്കുന്നത് അതിൻ്റെ ഗുണമാണ്. ഇനി അടുത്തത് അറിവ് ആർജിക്കുന്നതിന് സഹായകമാവണം. അത് അതിൻ്റെ ഗുണമാണ്. പഠിതാവിൻ്റെ പ്രായത്തിനും അഭിരുചിക്കും അനുഗുണമാവണം. അതും എന്താണ്, ആ നല്ല പാഠപുസ്തകത്തിനുണ്ടായിരിക്കേണ്ട ഒരു ഗുണങ്ങളിൽ പെട്ടതാണ്. നാലാമത്തേതാണ് അധ്യാപകരുടെ അഭിരുചികൾക്ക് പ്രാധാന്യമുള്ളതാവണം. അത് തെറ്റാണ്. കാരണം വിദ്യാർത്ഥി കേന്ദ്രീകൃതമാവണം നമ്മുടെ പാഠപുസ്തകങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പോൾ അതെന്താണ്, അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ അധ്യാപകരുടെ അഭിരുചികൾക്ക് പ്രാധാന്യമുള്ളതാവരുതെന്ത് ടെക്സ്റ്റ് ബുക്കുകൾ. അത് കുട്ടികൾക്ക് പഠിക്കാനുള്ളതല്ല. അപ്പോൾ കുട്ടികളുടെ ആണ് അവിടെ എന്ത് പ്രധാനം എന്നുള്ളത് കുട്ടികളാണ്. അപ്പോൾ അധ്യാപകരുടെ അഭിരുചികൾക്ക് പ്രാധാന്യമുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഓപ്ഷൻ ഡി അതിൻ്റെ ഗുണമല്ലാത്തതാണ്. നമ്മൾ ചോദിച്ചത് എന്താണ്, ഒരു നല്ല പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളിൽ പെടാത്തത് ഏതാ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. ക്ലിയർ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി യൂണിറ്റ് സമഗ്രാസൂത്രണം തയ്യാറാക്കുമ്പോൾ പ്രാഥമിക പരിഗണന നൽകേണ്ടത് എന്തിനാണ്? യൂണിറ്റ് സമഗ്രാസൂത്രണം നമ്മൾ ലെസൺ പ്ലാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ലെസൺ പ്ലാൻ തയ്യാറാക്കുമ്പോൾ പ്രാഥമിക പരിഗണന നൽകേണ്ടത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് യൂണിറ്റ് സമഗ്രാസൂത്രണത്തിന്? ഓപ്ഷൻ എന്താണ്? പഠന സാമഗ്രികളുടെ ഉപയോഗത്തിന്, പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിന്, നിരന്തര മൂല്യനിർണ്ണയത്തിന്, ആശയ സ്വാംശീകരണത്തിന്. ഇവിടെ ഒരു ഐഡിയൽ ടീച്ചിങ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ യൂണിറ്റ് സമഗ്രാസൂത്രണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് എന്തിനായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഓരോ പാഠത്തിനും ഓരോ യൂണിറ്റിനും അതിൻ്റെ നേട്ടങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. ആ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും നേടിയെടുക്കുക എന്നുള്ളതാണ് എല്ലാ യൂണിറ്റുകളുടെയും പ്രധാനപ്പെട്ട ഒരു പ്രധാനമായ പരിഗണന എന്നുള്ളത് അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിനാണ് എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും പ്രാഥമിക പരിഗണന നൽകേണ്ടത് കേട്ടോ. യൂണിറ്റ് സമഗ്രാസൂത്രണം തയ്യാറാക്കുമ്പോൾ പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിനായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം കേട്ടോ.